റിമി പത്രിക പിൻവലിക്കാത്തതിനെ തുടർന്ന് അമ്മയും മകളും തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം വരികയാണ് കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ. 16-ാം വാർഡായ കണ്ടോത്ത് UDF സ്ഥാനാർത്ഥി ലതാ നാരായണനും മകൾ ആത്മജ നാരായണനും സ്ഥാനാർത്ഥികളാണ്. ബൂത്തിൽ ഏജന്റായി ഇരിക്കാം എന്നതിനാലാണ് മകൾ പത്രിക പിൻവലിക്കാതിരുന്നത് എന്നതാണ് ലതയുടെ വിശദീകരണം. അതേസമയം സ്വന്തം വീട്ടിൽ പോലും കോൺഗ്രസിൽ ഗ്രൂപ്പിസമാണെന്നതിന്റെ തെളിവാണ് ഇവരുടെ മത്സരമെന്ന് CPIM ആരോപിച്ചു. അമ്മ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതേ വാർഡിൽ മകൾ കസേര ചിഹ്നത്തിലും മത്സരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിൽ. UDF സ്ഥാനാർത്ഥി ലതാ നാരായണൻ പത്രിക സമർപ്പിക്കുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയായി മകൾ പത്രിക നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ പത്രിക പിൻവലിച്ചില്ല. സ്ഥാനാർത്ഥിയായാൽ ബൂത്തിലിരിക്കാമെന്നതുകൊണ്ടാണ് പത്രിക പിൻവലിക്കാത്തതെന്നാണ് ലതയുടെ വിശദീകരണം. ബൂത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഏജൻറ്റ് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഏജൻറ്റ് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പിൻവലിക്കാതിരുന്നത്. സ്ഥാനാർത്ഥിത്വം നിലനിൽക്കുന്നതിനാൽ വോട്ടിംഗ് മെഷീനിൽ ആത്മജയുടെ പേരുമുണ്ട്. എന്നാൽ പ്രചാരണത്തിനൊന്നും ആത്മജ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് താനെന്നും ആത്മജ പറയുന്നു. ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ അന്ന് തൊട്ട് അമ്മയുടെ കൂടെ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരുടെ ജനങ്ങൾക്കിടയിൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ഇന്ന് രാവിലെ ഞാൻ സ്ലിപ്പിൻ്റെയും മറ്റ് തിരക്കുകളിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത കേൾക്കാനിടയായത്. സത്യത്തിൽ ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയ്ക്കോ എൻ്റെ പാർട്ടിക്കോ എതിരായിട്ട് വിമതയായി മത്സരിക്കുന്നില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് അമ്മയും മകളും തമ്മിലുള്ള മത്സരമെന്നാണ് LDFന്റെ ആരോപണം. രണ്ടുപേരും നോമിനേഷൻ കൊടുത്ത് ഇപ്പോൾ ഒരാൾ കസേര ചിഹ്നത്തിലും ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിലും മത്സരിക്കുന്ന സ്ഥിതിയാണ് ഈ വാർഡിനകത്തുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പാണ്. ഒരു വീട്ടിൽ പോലും സ്വന്തം വീട്ടിൽ പോലും ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമാണ് ലതാ നാരായണൻ. KSU ജില്ലാ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് ആത്മജ. CPIMലെ A സവിതയാണ് വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥി. ന്യൂസ് മലയാളം, കണ്ണൂർ.